Hello friends, welcome to Gleanly Presents Victory Lab. 2026 RRB undergraduate aspirants വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ത്രൂ 2026 RRB NTPC ഗ്രാജുവേറ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ സീരീസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 16/3/2026 ഫസ്റ്റ് ഷിഫ്റ്റ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ഹൈഡ്രോളിക് ബ്രേക്സ് ഈസ് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ, ഗേ-ലുസാക്സ് ലോ, പാസ്കൽസ് ലോ, കൂളോംസ് ലോ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ പാസ്കൽസ് ലോ ആണ്. ഓക്കെ, നമുക്ക് എല്ലാ ലോയും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫാരഡേസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും തമ്മിലുള്ളൊരു റിലേഷനാണ്. ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇലക്ട്രോഡ്സിൽ പറ്റിപ്പിടിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗേ-ലുസാക്സ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് വോളിയത്തിലും ഫിക്സഡ് മാസിലും ഇരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, P1/T1 ഈക്വൽ ടു P1/T1 ഈക്വൽ ടു P2/T2 P2/T2. ഇതാണ് ഗേ-ലുസാക്സ് ലോ പറയുന്നത്. ഇനി പാസ്കൽസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും അൺഡിമിനിഷ്ഡ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിലേക്കും അൺഡിമിനിഷ്ഡ് ആയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. അതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിലും ഹൈഡ്രോളിക് ബ്രേക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചെറിയൊരു ഫോഴ്സ് ചെറിയൊരു ഏരിയയിൽ കൊടുത്താലും അത് വെച്ച് നമുക്ക് ഒരു വലിയ ഫോഴ്സ് ഒരു വലിയ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കൂളോംസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് F ഈക്വൽ ടു K കോൺസ്റ്റന്റ് ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ, അല്ലെങ്കിൽ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ എന്നാണ് നമ്മുടെ കൂളോംസ് ലോ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പവർഫുൾ നോൺ ന്യൂക്ലിയർ ബോംബ് അൺവെയിൽഡ് ബൈ തുർക്കി അറ്റ് 70th ഇന്റർനാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രി ഫെയർ ഇൻ ജൂലൈ 2025? ഓക്കെ, തുർക്കി അൺവെയിൽ ചെയ്ത പവർഫുൾ നോൺ ന്യൂക്ലിയർ ബോംബിൻ്റെ നെയിമാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഗസാപ്പാണ്. ഓക്കെ, ഗസാപ്പാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ട്സ് സ്റ്റേറ്റ്സ് ടു എൻഷുർ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ? ഓക്കെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ആർട്ടിക്കിൾ 39D ആണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം വന്നിട്ട് ആർട്ടിക്കിൾ 39D ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 36 മുതൽ 36 to 51 വരെയുള്ള ആർട്ടിക്കിളിൽ വരുന്നതാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ 39D തന്നെ 39 തന്നെ പല സബ് ക്ലോസുകളുണ്ട്. നമ്മൾ LDC ഗോസ് ടു PHC എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ജീവിച്ചു പോകാനുള്ള ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാവണം, അത് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ D എന്ന് പറയുന്നത് അത് വെച്ചിട്ട് വേണം സ്റ്റേറ്റ് ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി D എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തും അല്ലെങ്കിൽ റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യണം, തടയണം. P ആണ് നമ്മുടെ ഇത് ABCD 39D എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ ആണ്. H എന്ന് പറയുന്നത് ഹെൽത്തിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ C എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് കെയർ, അതുപോലെ ചിൽഡ്രൻ്റെ ഹെൽത്തിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ആണ്. ദെൻ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ തടയുക എന്നുള്ളതാണ്. ഓക്കെ, 42B എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഇല്ല, 42 മാത്രമേ ഉള്ളൂ. 42B എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇല്ല. 42 പറയുന്നത് നമ്മുടെ ഹ്യൂമൻ കണ്ടീഷൻ, അതുപോലെ മെറ്റേണിറ്റി റിലീഫ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 42 പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് പുതുച്ചേരി ആർ ഡെസിഗ്നേറ്റഡ് അസ്. നമുക്കറിയാം ഇത് രണ്ടും എന്താണ്, യൂണിയൻ ടെറിട്ടറിയാണ്. യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമ്മൾ എന്താ പറയുന്നത്, ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റനന്റ് ഗവർണർ എന്നാണ് യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമ്മൾ പറയുന്നത്. At the 2025 ICC Champions Trophy held in Dubai, which country did India defeat to secure their 7th ICC title in men's senior cricket? ICC men's senior cricketൽ 2025 നടന്ന ചാമ്പ്യൻഷിപ്പിൽ ദുബായിൽ വെച്ചാണ് നടന്നത്. അത് ഇന്ത്യ ആരെ തോപ്പിച്ചാണ് അവരുടെ 7th ICC ടൈറ്റിൽ കിട്ടിയത്? ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ന്യൂസിലാൻഡാണ്. ഓക്കെ, ന്യൂസിലാൻഡാണ് ഇതിൻ്റെ ഉത്തരം. കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. Which legislation forms the legal basis for the creation and operation of the Central Administrative Tribunal? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് വേണ്ടിയിട്ടുള്ള ലീഗൽ, ഓക്കെ, അതിൻ്റെ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള
ലെജിസ്ലേഷൻ ഏത് ആക്ട് പ്രകാരമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് ഓഫ് 1985 ആണ്. ഓക്കെ, ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് ഓഫ് 1985 ആണ്. ദ ട്രൈബ്യൂണൽസ് റിഫോം ഓഫ് 1980 ഇങ്ങനൊരു ആക്ട്, ലൈക്ക് ഇങ്ങനൊരു സെക്ഷൻ ഒന്നുമില്ല, ഇങ്ങനൊരു ആക്ട് ഒന്നുമില്ല. ഇതിൻ്റെ ഉത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് ഓഫ് 1985 ആണ്. ഓക്കെ, in December 2025, the finance minister called on states to manage their debt within the limits prescribed under which physical framework? ഡിസംബർ 2025 നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ സ്റ്റേറ്റുകളുടെ ഡെപ്റ്റുകൾ ഏത് ഫ്രെയിംവർക്ക്, ഫിസിക്കൽ ഫ്രെയിംവർക്ക് അനുസരിച്ചാണ് മാനേജ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം FRBM ആണ്. ഓക്കെ, FRBM. നമുക്ക് FRBM എന്താണെന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. FRBM എന്ന് വെച്ചാൽ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ്. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഓഫ് 2003 ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റുകൾ എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെ അതിൻ്റെ ഡെപ്റ്റുകൾ ഡിസിപ്ലിൻഡ് ആയിട്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യണം എന്നുള്ളതാണ്. ഡെപ്റ്റുകൾ അതുപോലെ ഡെഫിസിറ്റുകളൊക്കെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് എങ്ങനെ അതിൻ്റെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് FRBM ആക്ട് ഓഫ് 2003 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. വാട്ട് വാസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഇന്ത്യ മെർകോസുർ preferential trade agreement discussions held in New Delhi on 16th October 2025. 16th October 2025 ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യ മെർകോസർ എന്ന് വെച്ചാൽ കുറച്ച് അധികം രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ഡിസ്കഷനിലെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ മെർകോസറിൽ അടങ്ങുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്രസീൽ, അർജന്റീന, പരാഗ്വേ, ഉറുഗ്വേ, ബൊളീവിയ. ഓക്കെ, ഇത് നമ്മൾ എന്താന്ന് പഠിച്ചു വെച്ചാൽ, ഓക്കെ ഇതാ എന്താന്ന് പഠിച്ചാൽ മതി, BBAPU, ബാപ്പു എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ബ്രസീൽ, ബൊളീവിയ, അർജന്റീന, പരാഗ്വേ ആൻഡ് ഉറുഗ്വേ. ഇത്രയും രാജ്യങ്ങളാണ് മെർകോസറിൽ വരുന്നത്. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്നത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മെർകോസർ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ 16th ഒക്ടോബറിൽ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇനി വിച്ച് ടു നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ, വിച്ച് ടു നെയ്ബേഴ്സ് കമ്പൈൻഡ് ഹാവ്, അതായത് ഇന്ത്യയുടെ ഏതൊക്കെ രണ്ട് നെയ്ബേഴ്സ് തമ്മിലുള്ള രണ്ട് പേരുടെയും കൂടെ ലാൻഡ് ബോർഡറിന്റെ ടോട്ടൽ എടുത്താൽ അത് ഇന്ത്യയുടെ ബോർഡറിനെ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡറിനെക്കാട്ടിയും കൂടുതൽ വരുന്നത് എന്നാണ് ചോദ്യം. വിച്ച് ടു നെയ്ബേഴ്സ് കമ്പൈൻഡ് ഹാവ് എ ലാൻഡ് ബോർഡർ വിത്ത് ഇന്ത്യ ലോങ്ങർ ദാൻ ചൈനാസ് ബോർഡർ? ഓക്കെ, ഇതിൻ്റെ ഉത്തരം വരുന്നത് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാനാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പം നമ്മൾ ഭൂട്ടാനൊക്കെ എടുക്കുകയാണെങ്കിൽ 1751 ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ, ലാൻഡ് ബോർഡർ. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ അത് 106. ദെൻ നേപ്പാൾ എടുക്കുകയാണെങ്കിൽ അത് നേപ്പാളിൻ്റെയാണ് 1751. ഓക്കെ, മിസ്റ്റേക്ക് പറ്റിയതാണ്. നേപ്പാളിൻ്റെയാണ് 1751. ഭൂട്ടാൻ്റെത് 700, അപ്രോക്സിമേറ്റ്ലി 700 ഭൂട്ടാൻ്റെത്. ഓക്കെ, 699 ആണ്, അല്ലെങ്കിൽ 700 നമുക്ക് പറയാം. ഇനി പാകിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ 3323 ആണ്. ദെൻ നേപ്പാളിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞു. ദെൻ ബംഗ്ലാദേശിന് എടുക്കുകയാണെങ്കിൽ ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ബോർഡർ ഇന്ത്യ ആയിട്ട് ഷെയർ ചെയ്യുന്നത്, 4096. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം എടുക്കുമ്പോൾ 4096. ഇനി ചൈനയുടെ പറയുവാണെങ്കിൽ ചൈനയുടെ കൂടെ പറയാം. ചൈനയുടേത് വെറും 3488 ആണ്. ഓക്കെ, 3488 കിലോമീറ്റർ ആണ്. 3488 കിലോമീറ്റർ ആണ് എന്താണ് നമ്മുടെ ചൈനയുടെ. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ സം എടുക്കുന്ന സമയത്ത് 700 + 106 ചെയ്താൽ ചൈനയെക്കാട്ടിലും കൂടുതൽ വരത്തില്ല. മ്യാൻമാറിൻ്റെ 1643, 1643 ഇതിൻ്റെയൊക്കെ സം എടുത്താൽ 3488 കൂടുതൽ വരുന്നത് ബംഗ്ലാദേശ്, പാകിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ, നേപ്പാളുമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബംഗ്ലാദേശ്, പാകിസ്ഥാനാണ്. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. അണ്ടർ ദ യൂണിയൻ ബഡ്ജറ്റ് 25-26 ദ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഇൻ ദ ഇൻഷുറൻസ് സെക്ടർ വാസ് ഇൻക്രീസ്ഡ് ഫ്രം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഇൻഷുറൻസ് സെക്ടറിൽ എത്രത്തോളം ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത് 2025-26 യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം? ഇതിൻ്റെ ഉത്തരം 74% to 100% ആണ്. 74% നിന്ന് 100% ഇൻക്രീസ് ചെയ്തു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയാലും ഈ ഒരു ഇൻക്രീസ് തന്നെയാണ് ഇൻഷുറൻസ് സെക്ടറിൽ കാണിക്കുന്നത്. ഓക്കെ, വിച്ച് മേജർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്
characterizes the ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. നാലാമത്തെ ഫോർത്ത് ജെൻ കമ്പ്യൂട്ടറിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഏത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണെന്നാണ്. ഇതിൻ്റെ ഉത്തരം മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് ജെനിൽ വരുന്നതാണ് വാക്യൂം ട്യൂബ്, സെക്കൻഡ് ജെനിൽ വരുന്നതാണ് ട്രാൻസിസ്റ്റേഴ്സ്, തേർഡ് ജെനിൽ വരുന്നതാണ് IC ചിപ്സ്, ദെൻ ഫോർത്ത് ജെനിൽ വരുന്നതാണ് മൈക്രോ പ്രോസസ്സേഴ്സ്. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റിലീസ്ഡ് ദ പോളിസി റിപ്പോർട്ട് ടൈറ്റിൽഡ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ പ്രോസ്പെക്ട്സ് പൊട്ടൻഷ്യൽ ആൻഡ് പോളിസി റെക്കമെൻഡേഷൻസ് ഇൻ ഡിസംബർ 2025. ഈ ഒരു ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇങ്ങനൊരു റിപ്പോർട്ട് ഇറക്കിയത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം നിതി ആയോഗാണ്. നിതി ആയോഗ് 2015 ഫോം ആയത്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് ഫോം ആയതാണ്. ഓക്കെ, നമ്മുടെ തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നിതി ആയോഗാണ്. ഓക്കെ, നിധി ചിബ്ബറാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കണം. നിധി ചിബ്ബറാണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്, CEO എന്ന് പറയുന്നത് നിധി ചിബ്ബറാണ്. അതുപോലെ തന്നെ ചെയർമാൻ ആരായിരിക്കും? നമ്മുടെ നരേന്ദ്രമോദി ആയിരിക്കും ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ് വൈസ് ചെയർമാൻ. ഇൻ വിച്ച് ലാംഗ്വേജ് വാസ് ദ സംഗം ലിറ്ററേച്ചർ ഓഫ് സൗത്ത് ഇന്ത്യ കമ്പോസ്ഡ് ബിറ്റ്വീൻ 300 BCE ആൻഡ് 300 CE പ്രൈമർലി റിട്ടേൺ? 300 BC മുതൽ 300 കോമൺ എറ ഓക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള സംഗം ലിറ്ററേച്ചറൊക്കെ ഏത് ലാംഗ്വേജിലാണ് എന്ത് ചെയ്തത്, എഴുതിയിരിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, സംഗം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തമിഴ് ഓർമ്മ വരും. തമിഴാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, തമിഴ് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് സംഗം ലിറ്ററേച്ചർ. പാലി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിസത്തിൻ്റെ സേക്രഡ് ലാംഗ്വേജ് ആണ് പാലി. പ്രാകൃതം എന്ന് പറയുന്നത് ജൈനിസത്തിൻ്റെ സേക്രഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, കൺസിഡർ എ ഹൈപ്പോത്തറ്റിക്കൽ പോപ്പുലേഷൻ ഓഫ് റാബിറ്റ്സ് എക്സ്പീരിയൻസിങ് ലോജിസ്റ്റിക് ഗ്രോത്ത്. If the carrying capacity of their environment is 1,000 individuals and the current population is 500, what would you expect to happen to the population? 1000 ആ ഒരു ഏരിയയിലുള്ള ആ ഒരു എൻവയോൺമെൻറ്റിലുള്ള റാബിറ്റിൻ്റെ പോപ്പുലേഷൻ്റെ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം പോപ്പുലേഷനെ, ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ എത്രത്തോളം പോപ്പുലേഷനെ ആ ഒരു എൻവയോൺമെൻറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, വേറെ എൻവയോൺമെൻറ്റിന് പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 1000 അതിൻ്റെ കപ്പാസിറ്റി. കറണ്ട് പോപ്പുലേഷൻ 500 എങ്കിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. ദ പോപ്പുലേഷൻ വിൽ ഡിക്ലൈൻ റാപ്പിഡ്ലി ഡ്യൂ ടു റിസോഴ്സ് ഡിപ്ലീഷൻ? ഒരിക്കലുമില്ല. കാരണം അതിന് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും? സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദ പോപ്പുലേഷൻ വിൽ കണ്ടിന്യൂ ടു ഗ്രോ എക്സ്പോണൻഷ്യലി വിത്തൗട്ട് എനി കൺസ്ട്രെയിൻസ്? എക്സ്പോണൻഷ്യലി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. ദ പോപ്പുലേഷൻ വിൽ എക്സ്പീരിയൻസ് എ സഡൻ ക്രാഷ് ഫോളോഡ് ബൈ എ റാപ്പിഡ് റിബൗണ്ട്? സഡൻ ക്രാഷ് ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല, അതിന് ഇനിയും വളരാനുള്ള സമയമുണ്ട്. The population growth will slow down and eventually stabilize near the carrying capacity? Yes, the most appropriate answer എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പോപ്പുലേഷൻ ഗ്രോ ചെയ്ത് എന്ത് ചെയ്യും? അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് സ്റ്റെബിലൈസ് ആവും. വിച്ച് പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി വാസ് പ്രൂവൺ റോങ് ബൈ ദ ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഓക്കെ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ കണ്ടെത്തിയപ്പം ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ ഏത് പോസ്റ്റുലേറ്റ് ആണ് തെറ്റായതെന്നാണ് ചോദ്യം. ഐസോട്ടോപ്സ് ഓഫ് എലമെൻറ്റ്സ്, സെയിം എലമെൻറ്റ് ഹാവ് ഡിഫറൻറ്റ് മാസസ്? അതുമായിട്ടൊരു ബന്ധമില്ല. ആറ്റംസ് റീറ്റെയിൻ ദെയർ ഐഡൻറ്റിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻ? ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറൻറ്റ് മാസസ്? മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം? ഓക്കെ, ഇതാണ് ഉത്തരം. അതായത് ഡാൽട്ടൺ പറഞ്ഞതെന്ന് വെച്ചാൽ മാറ്ററിനകത്ത് ഡിവിസിബിൾ അല്ലാത്ത, അതായത് അതിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് ആറ്റത്തിന്. പക്ഷേ സബ് അറ്റോമിക് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? ആറ്റത്തിനകത്തും പിന്നെ ഡിവിസിബിലിറ്റി ഉണ്ട്, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം, നമുക്ക് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ കണ്ടെത്താമെന്നുള്ളതാണ്. സോ ഇതാണ് അതിൻ്റെ ആൻസർ. വിച്ച് സെക്ടർ യൂസസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, പേറോൾ പ്രോസസ്സിംഗ്, ഇൻവെൻട്രി കൺട്രോൾ ആൻഡ് ഡേറ്റ അനാലിസിസ്? ഓക്കെ, പേറോൾ പ്രോസസ്സിങ്, ഇൻവെൻട്രി കൺട്രോൾ, ഡേറ്റ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന സെക്ടറാണെന്നാണ്. മാനുഫാക്ചറിങ് പ്ലാന്റ് എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്? റിസർച്ചുകൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സർവീസ് ഇൻഡസ്ട്രികൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബിസിനസ് ആൻഡ് കൊമേഴ്സ് ഇതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. ഓക്കെ, ബിസിനസ്സും കൊമേഴ്സും ഒക്കെ ആയിരിക്കും അവരുടെ പേറോൾ പ്രോസസ്സിങ്, അതുപോലെ തന്നെ ഇൻവെൻട്രി കൺട്രോൾ, ഡേറ്റ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് ബിസിനസ് ആൻഡ് കൊമേഴ്സ് ആയിരിക്കും. വിച്ച് സെക്ടേഴ്സ് ഷെയർ ഇൻ GDP ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ബൈ 1990 റിഫ്ലക്റ്റിംഗ് എ ഷിഫ്റ്റ് ഇൻ ഇന്ത്യൻ എക്കോണമി? ഓക്കെ, 1990 കഴിഞ്ഞപ്പം ഏത് സെക്ടറിൻ്റെ GDP ഷെയറാണ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയതെന്നാണ് ചോദ്യം. നമുക്ക് അറിയാവുന്നതാണ്, ഇൻഡസ്ട്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 1990 കഴിഞ്ഞപ്പോൾ എന്ത് കൊണ്ടുവന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനൊക്കെ കൊണ്ടുവന്നു. PV നരസിംഹറാവു PM ആയിരുന്നപ്പം, മൻമോഹൻ സിംഗ്. ഓക്കെ,
എന്നിട്ട് എന്ത് ചെയ്തു, ലൈസൻസ് രാജ്യം എന്ത് ചെയ്തു, അതുപോലെ ലിബറലൈസേഷനിലൂടെ കൂടുതലായിട്ട് ഈ എല്ലാ 3 കാര്യങ്ങളിലൂടെ കൂടുതലായിട്ട് ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തിന് എന്ത് ചെയ്തു, സഹായിച്ചു. അങ്ങനെ ഇൻഡസ്ട്രിയാണ് ഗ്രോ ചെയ്തത്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് തവാർ ചന്ദ് ഗെഹ്ലോട്ട്. ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം മധ്യപ്രദേശ് ടു സർവ് ആസ് ദ ഗവർണർ ഓഫ് കർണാടക. ഹി ഈസ് ദ 19th ഗവർണർ ഓഫ് കർണാടക. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. തവാർ ചന്ദ് ഗെഹ്ലോട്ട് എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ പേഴ്സൺ ടു സെർവ് ആസ് ദ ഗവർണർ ഓഫ് കർണാടകയാണ്. കർണാടകയുടെ ഗവർണറായ മധ്യപ്രദേശിലെ ഫസ്റ്റ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ കർണാടകയുടെ 19ാമത്തെ ഗവർണറാണ് ആര്, തവാർ ചന്ദ് ഗെഹ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇൻ എക്കൈനോഡംസ് സച്ച് എസ് സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷ് ഒക്കെ പോലുള്ള എക്കൈനോഡംസിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കൈനോഡംസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനി സ്കിൻഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. എക്കൈനോഡെർമാറ്റ എന്ന് പറയുന്ന ഫൈലത്തിലാണ് എക്കൈനോഡംസ് വരുന്നത്. സ്പൈനി സ്കിൻഡാണ്. എന്താണ്, അവർക്ക് റേഡിയൽ സിമെട്രി ആണുള്ളത്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർ ഫിഷ്, അതുപോലെ തന്നെ സീ അർച്ചിൻസ്, സീ കുക്കുംബേഴ്സ്, ബ്രിട്ടിൽ സ്റ്റാർസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ആനിമൽസ്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇതിനെ എന്തൊക്കെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇതിനെ ലോക്കോമോഷനാണ് സഹായിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫീഡിങ്ങിന് സഹായിക്കും. അപ്പോൾ പ്രൈമറി ആയിട്ട് ലോക്കോമോഷനും ഫീഡിങ്ങിനുമാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം സഹായിക്കുന്നത്. അതുപോലെ തന്നെ സെൻസറി പെർസെപ്ഷൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഗ്യാസ് എക്സ്ചേഞ്ചിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതൊക്കെ സെക്കൻഡറി ആണ്. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷൻ അതുപോലെ തന്നെ ഫീഡിങ് ആണ്. ഇതിന് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന ഫീറ്റ് ഉണ്ട്, അത് വെച്ചിട്ടൊക്കെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ട്യൂബ് ഫീറ്റ് ഉണ്ട്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ആൻസർ. വിച്ച് ഹാരപ്പൻ സിറ്റി അറൗണ്ട് 2500 BC ഈസ് നോട്ടഡ് ഫോർ ഡോക്യാർഡ് ഇൻഡിക്കേറ്റിംഗ് അഡ്വാൻസ്ഡ് ആർക്കിടെക്ചറൽ പ്ലാനിംഗ് ഫോർ ട്രേഡ്. ഏത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഹാരപ്പൻ സിറ്റിയാണ് ഡോക്യാർഡ് ഉള്ളത്? നമ്മളിത് പലതവണ പഠിച്ചിട്ടുള്ളതാണ്. ലോത്തലാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലോത്തലാണ്, ഗുജറാത്തിലെ ലോത്തൽ. ഓക്കെ, തൊളവീരയും ഗുജറാത്താണ്, കാലിബംഗൻ രാജസ്ഥാനാണ്, മോഹൻജദാരോ എവിടെയാണ്, നമ്മുടെ സിന്ധ് പ്രവിശ്യയിലാണ്, പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ. ഓക്കെ, മോഹൻജദാരോ ചൗന്താരോ ഒക്കെ ഇൻഡസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, മോഹൻജദാരോ ഒക്കെ. ഓക്കെ, the splitting of the ancient Indo-Brahma river into the Indus, Ganga and Brahmaputra drainage system is believed to have been primarily caused by which geological event? ഏത് ജിയോളജിക്കൽ ഇവൻറ്റിലൂടെയാണ് ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ നദി ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര എന്ന 3 നദിയായിട്ടൊക്കെ മാറുന്നത് എന്നാണ് പറയപ്പെടുന്നത്? ഓക്കെ, ഇതിൻ്റെ ഉത്തരം പ്ലേസ്റ്റോസീൻ അപ്ഹീവിലാണ്. ഇതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് പ്ലേസ്റ്റോസീൻ അപ്ഹീവില എന്ന് നോക്കാം. ഓക്കെ, പ്ലേസ്റ്റോസീൻ അപ്ഹീവില എന്ന് പറയുന്നത് 2.5 മില്യൺ വർഷങ്ങൾക്ക് ആ ഒരു ടൈമിൽ, അത്രയും വർഷം മുന്നേ നടന്നൊരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് വന്നിട്ട് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന സമയത്താണ് ഹിമാലയൻ മൗണ്ടൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഹിമാലയൻ മൗണ്ടൻ ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വലിയൊരു ഡിപ്രഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, വലിയൊരു ഡിപ്രഷൻ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെ വലിയൊരു നദിയായിട്ടുള്ള നമ്മുടെ ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്ര ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നദിയായിട്ടുള്ള ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്ന റിവർ ആസാമിൽ നിന്ന് നമ്മുടെ അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഫോം ആവുന്ന സമയത്ത്. ഓക്കെ, പക്ഷേ ഇത് ഫോം ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഇത്രയും ഒരു ഹൈറ്റ് അവിടെ വരികയും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് മാപ്പ് വരയ്ക്കാം. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണല്ലോ ഇന്ത്യ പോകുന്നത്. ഇവിടെ ഗുജറാത്ത് ഉണ്ട്. ഓക്കെ, ഈ നോർത്ത് ഈസ്റ്റ് ഇവിടെ നമ്മുടെ മേഘാലയ പ്ലേറ്റ് ഉണ്ട്, മേഘാലയയുടെ സ്ഥലത്ത് മേഘാലയ പ്ലേറ്റ് ഉണ്ട്. അതുപോലെ ജാർഖണ്ഡ് ഈ ഒരു റീജിയനിൽ രാജ്മഹൽ ഹിൽസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് മാൽദ ഫോൾട്ട് എന്ന് പറയുന്ന ഫോൾട്ട് ഉള്ളത്, അതായത് ഒരു ഡിപ്രഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്രഷനെ ക്രിയേറ്റ് ആയപ്പം ആസാമിലൂടെ എന്ത് ചെയ്തു, ഈ നദിക്ക് ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്ന നദിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ അറേബ്യൻ സീയിലേക്ക് വരാൻ പറ്റിയില്ല. പകരം എന്ത് ചെയ്തു, ബ്രഹ്മപുത്ര ആയിട്ട് ഇത് മാറിയിട്ട്, ഓക്കെ, ഇത് 3 നദിയെ മാറുവാണ്. ബ്രഹ്മപുത്ര ആയിട്ട് ഇവിടെ നിന്ന് വരുന്ന നദി ബ്രഹ്മപുത്ര ആയിട്ട് മാറിയിട്ട് ഈ ഫോൾട്ടിലൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് പോയി. അതുപോലെ ഗംഗ എന്ത് ചെയ്തു, എഗെയിൻ ഇവിടെ വന്ന് ഈ ഫോൾട്ടിലൂടെ എന്ത് ചെയ്തു, ബേ ഓഫ് ബംഗാളിലേക്ക് പോയി. ഇത് രണ്ടും എന്താണ്, ഈസ്റ്റ് ഫ്ലോയിങ് നദിയായി. പക്ഷേ ഇൻഡസ് പഴയ പോലെ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ അറേബ്യൻ സീയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്തത്. ഇതിനെയാണ് പ്ലേസ്റ്റോസീൻ അപ്ഹിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡോ ബ്രഹ്മ നദിയുടെ മറ്റൊരു പേരാണ് ശിവാലിക് റിവർ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് പൊട്ടുവാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നൊരു
പ്ലേറ്റും ഒക്കെ നമ്മുടെ പാകിസ്ഥാൻ റീജിയണിൽ ഫോം ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഫോം ചെയ്തുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ് അവിടെ നിന്ന് നേരെ അറേബ്യൻ സീയിലേക്കൊക്കെ ഒഴുകാൻ തുടങ്ങി. ഇവിടെ ഒരു പ്ലേറ്റും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പ്ലേറ്റു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും പിന്നെ അപ്പുറത്തെ പ്ലേറ്റും ഒക്കെ തമ്മിലുള്ള ഒരു ഡിവിഷനായിട്ടാണ്, അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഡിവൈഡ് ആയിട്ടൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. വെൻ വാസ് ദ ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് സൈൻഡ് വിച്ച് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 1st October 2025? എന്നാണ് എന്താണ് ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ്റെ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ടെപ്പ സൈൻ ചെയ്തത് എന്നാണെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാർച്ച് 2024 ആണ്. ബട്ട് ഇത് കെയിം ഇൻ ടു എഫക്റ്റ് എപ്പോഴാണ് എഫക്റ്റ് ആയതെന്ന് വെച്ചാൽ അത് 1st October 2025 ആണ്. ഓക്കെ, വിച്ച് കൾച്ചറൽ ആൻഡ് മ്യൂസിക്കൽ ഗ്രൂപ്പ് സെലിബ്രേറ്റഡ് ഇറ്റ്സ് 10th ആനിവേഴ്സറി ഇൻ December 2025? ഏത് കൾച്ചറൽ ആൻഡ് മ്യൂസിക്കൽ ഗ്രൂപ്പാണ് ഡിസംബറിൽ അതിൻ്റെ 10th ആനിവേഴ്സറി എന്ത് ചെയ്തത്, സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരം വന്നിട്ട് റോബിർ കിരൺ ആണ്. ഓക്കെ, റോബിർ കിരൺ എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വർക്ക്സിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഉള്ളൊരു കൾച്ചറൽ ആൻഡ് മ്യൂസിക്കൽ ഗ്രൂപ്പാണ്. ഓക്കെ, അവരുടെ 10th ആനിവേഴ്സറിയാണ് ഇപ്പം ആഘോഷിച്ചത്. The summer solstice occurs when the sun is directly overhead at which of the following latitude? ഏത് ലാറ്റിറ്റ്യൂഡിന് മുകളിൽ സണ്ണ് നിൽക്കുമ്പോഴാണ് സമ്മർ സോൾസ്റ്റൈസ് ഒക്കൂർ ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, ഇതിന് ഉത്തരം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. സോ അതിൻ്റെ ഉത്തരം എന്താണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ സമ്മർ സോൾസ്റ്റൈസ്, അതുപോലെ വിൻ്റർ സോൾസ്റ്റൈസ് ഉണ്ട്, പിന്നെ ഇക്വിനോസ് ഉണ്ട്. ഇതൊക്കെ നോക്കുവാണെങ്കിൽ ജൂൺ 21 എന്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോൾസ്റ്റൈസ് ഒക്കെ പറയുന്നത് ജൂൺ 21. ഓക്കെ, ആൻഡ് December 21 സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോൾസ്റ്റൈസ് ഒക്കെ അറിയുന്നത്. ഇനി ഈ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ 23.5 ഡിഗ്രി നോർത്തായിട്ടുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ അതിന് മുകളിൽ എന്ത് ചെയ്യും, സണ്ണ് വരും. ഓക്കെ, സണ്ണ് വന്നതിന് ശേഷം ആ സമയത്ത് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ, എർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ടിൽറ്റായിട്ട്, എർത്തിൻ്റെ ആക്സിസ് ആണ്. ഇവിടെ സണ്ണുണ്ടെങ്കിൽ ഇങ്ങനെ ടിൽറ്റായിട്ടാണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ കൂടുതലായിട്ടും സണ്ണിനെ ഫേസ് ചെയ്തിരിക്കും, ഇക്വേറ്റർ ഇങ്ങനെ പോകും. ഓക്കെ, സദേൺ ഹെമിസ്ഫിയർ കുറവായിരിക്കും, ആർട്ടിക്കിലായിരിക്കും കൂടുതലായിട്ട് സണ്ണ് വീഴുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സമയങ്ങളിൽ ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആയിരിക്കും. നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലൊക്കെ ലെങ്തി ആയിട്ടുള്ള ഡേയും ചെറിയ നൈറ്റും ആയിരിക്കും. കാരണം കൂടുതൽ സമയം സണ്ണ് എന്ത് ചെയ്യും, ഇവിടെ തന്നെ നിലനിൽക്കും. ആർട്ടിക്കിൽ ഇതിങ്ങനെ കറങ്ങിപ്പോയാൽ പോലും ആർട്ടിക്കിൽ ഈ സൂര്യൻ വീഴുന്ന ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല. അത് കാരണം ആർട്ടിക്കിൽ എപ്പോഴും എന്താണ്, അന്ന് നേരം വെളുത്ത് തന്നെ ഇരിക്കും. അതുപോലെ അന്റാർട്ടിക്കിൽ എപ്പോഴും നൈറ്റും ആയിരിക്കും ആ ഒരു സമയത്തിൽ. അതിനെയാണ് സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വിൻ്റർ സോൾസ്റ്റൈസ് എടുക്കുകയാണെങ്കിൽ നേരെ ഇവിടെ വന്ന് നിൽക്കും, നമ്മുടെ എർത്ത് ഇവിടെ വന്ന് നിൽക്കും ഇങ്ങനെ ടിൽറ്റായിട്ട്. ആ സമയത്ത് ഈ സമയത്ത് ഇതുവഴി പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണെങ്കിൽ ഈ സമയത്ത് ഇക്വേറ്റർ ഇതുവഴി പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സണ്ണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഷോർട്ടസ്റ്റ് ഡേയും ലോങ്ങസ്റ്റ് നൈറ്റും ആയിരിക്കും. അതുപോലെ തന്നെ December 21 നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സോൾസ്റ്റൈസ് ഒക്കെ അറിയുന്നത്. ജൂൺ 21 സദേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സോൾസ്റ്റൈസ്, മറ്റേതിൻ്റെ അതേ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ആർട്ടിക് എപ്പോഴും നൈറ്റ് ആയിരിക്കും, അന്റാർട്ടിക് എന്താണ് എപ്പോഴും ഡേ ടൈമും എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഇക്വിനോക്സുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് 2 ഇക്വിനോക്സ് ഉണ്ട്. ഓക്കെ, 2 ഇക്വിനോക്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ സ്പ്രിംഗ് ഇക്വിനോക്സും രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഓട്ടം ഇക്വിനോക്സും ആണ്. ഓക്കെ, ഓട്ടം ഇക്വിനോക്സ്. സ്പ്രിംഗ് ഇക്വിനോക്സ് നടക്കുന്നത് മാർച്ച് 21 സമയത്തിലാണ്. ഓട്ടം ഇക്വിനോക്സ് ആണെങ്കിൽ September 22 അല്ലെങ്കിൽ September 23 ആ ഒരു ടൈമിലാണ്. ഓക്കെ, ഇക്വിനോക്സ് എന്താണെന്ന് വെച്ചാൽ ഇക്വേറ്ററിന് മുകളിൽ ഇപ്പം ഇങ്ങനെ എർത്ത് ചരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് സൂര്യരശ്മികളൊക്കെ ഈ ഒരു 23.5 വീഴുന്നത്. പക്ഷേ എർത്ത് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ടിൽറ്റ് അതിന് ബാധകമല്ല. കാരണം എർത്ത് സണ്ണ് അപ്പുറത്താണ് നിൽക്കുന്നത്. സോ ഈ സമയത്ത് ഇക്വേറ്ററിലായിരിക്കും കൂടുതലായിട്ടും എന്ത് വീഴുന്നത്, സൂര്യരശ്മികൾ വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വിനോക്സ് ടൈമിൽ ഡേയും നൈറ്റും ഒക്കെ ഏറെക്കുറെ ഈക്വൽ ആയിരിക്കും. ഏറെക്കുറെ 12 hours തന്നെ ആയിരിക്കും ഡേയും നൈറ്റും എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഡേറ്റുകളൊന്ന് ഓർത്തിരിക്കണം. September 22, അതുപോലെ March 21, September 23 വരാറുണ്ട്. ഓക്കെ, 22 അല്ലെങ്കിൽ 23, ദെൻ March 21. ഈ ഒരു ഡേറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
A file name is highlighted and you want to copy it to another folder while keeping it in the original folder as well. Which pair of steps matches the task? അതായത് ഒരു ഫയൽ നമുക്കൊരു ഫോൾഡറിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ ഏതാണ് ആവശ്യമെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയായിരിക്കും. പ്രസ് കൺട്രോൾ സി ആൻഡ് വി ആണ്. കാരണം കൺട്രോൾ സി ചെയ്യുമ്പോൾ കോപ്പി ആവും, കൺട്രോൾ വി ചെയ്യുമ്പോൾ പേസ്റ്റ് ആവും. ഓക്കെ, കൺട്രോൾ എക്സ് ചെയ്താൽ കട്ടാണ് ആവുന്നത്, കൺട്രോൾ എസ് ചെയ്താൽ സേവ് ആവും. ദെൻ കൺട്രോൾ ബി എന്ന് പറയുന്നതാണ് ബോൾഡ് ആക്കാനൊക്കെയാണ് കൺട്രോൾ ബി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ഇൻ 2025, which Indian High Court issued the pioneering policy regarding the use of AI tools in district judiciary, becoming the first in the country to frame comprehensive guidelines for artificial intelligence use in judicial work? Okay, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ജുഡീഷ്യൽ വർക്കിൽ യൂസ് ചെയ്യാനായിട്ടുള്ള റൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു ഗൈഡ് ലൈൻ ഒക്കെ അടങ്ങുന്ന ഒരു പോളിസി ഏത് ഹൈക്കോർട്ടാണ്, ഇന്ത്യയിലെ ഏത് ഹൈക്കോർട്ടാണ് കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേരള ഹൈക്കോർട്ടാണ്. ഓക്കെ, കേരള ഹൈക്കോർട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. Which of the following sectors observed a negative growth rate in real gross value added during quarter first of financial year 2025-26 as reported as per the report published by National Statistical Office and MOSPI, Ministry of Statistics Policy Statistics and Policy Program Implementation. Okay, അത് പ്രകാരം റിയൽ ഗ്രോസ് വാല്യൂ ആഡട്ട് നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയത് ഏത് സെക്ടറാണെന്നാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം മൈനിങ് ആൻഡ് ക്വാറിങ് ആണ്. മൈനിങ് ആൻഡ് ക്വാറിങ് ആണ് നെഗറ്റീവിലേക്ക് പോയത്. അതിപ്പോഴും മൈനിങ് ആൻഡ് ക്വാറിങ് തന്നെയാണ് നെഗറ്റീവിലേക്ക് പോയി കിടക്കുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഈസ് ദ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ നോൺ ആസ് ദ കുറുവ? സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിനെ കുറുവ എന്ന് വിളിക്കുന്നത് ഏത് സ്ഥലത്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലാഷ് ആൻഡ് ബേണിനെ കുറുവ എന്ന് വിളിക്കുന്നത്. മധ്യപ്രദേശിലാണെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ബേവാർ അല്ലെങ്കിൽ ദഹിയ. ബേവാർ അല്ലെങ്കിൽ ദഹിയ എന്ന് മധ്യപ്രദേശിൽ വിളിക്കും. ഇനി നോർത്ത് ഈസ്റ്റ് റീജിയൻസ് ആയിട്ടുള്ള നമ്മുടെ അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് ഈ ഒരു റീജിയൻസിലൊക്കെ ഇതിനെ ജുമ്മിങ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ജുമ്മിങ്. ഇനി രാജസ്ഥാനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വാൽറെ അല്ലെങ്കിൽ വാൾത്രേ, ബാൾത്രേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഓക്കെ, വാൾത്രേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി മറ്റ് കുറച്ച് സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മണിപ്പൂരിലാണെങ്കിൽ പാംലോ എന്ന് വിളിക്കും, പാംലോ എന്ന് വിളിക്കും. ദെൻ ഛത്തീസ്ഗഡിലെ ബസ്താർ ഡിസ്ട്രിക്റ്റ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഛത്തീസ്ഗഡിലെ ബസ്താർ ഡിസ്ട്രിക്റ്റിലും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലൊക്കെ ദീപ അല്ലെങ്കിൽ ദിപ്പ എന്ന് വിളിക്കും. ദെൻ ആന്ധ്രാപ്രദേശിൽ തെലുങ്കാനയിലൊക്കെ പൊടു അല്ലെങ്കിൽ പെണ്ട എന്ന് വിളിക്കും. ഒഡീഷയിൽ കോമൻ, ബൃങ്ക, പാമാദാബി ഇങ്ങനെയൊക്കെ വിളിക്കും. ഓക്കെ, കോമൻ ബൃങ്കയൊക്കെ ഓർത്ത് വെച്ചോ. ദെൻ മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, കേരളത്തിലൊക്കെ കുമാരി എന്ന് വിളിക്കും. കേരളത്തിൽ പോണം എന്ന് വിളിക്കും. ഓക്കെ, പോനം എന്ന് വിളിക്കും. ദെൻ ഹിമാലയൻ ആ ഒരു റീജിയൻസിൽ, ഹിമാചൽ പ്രദേശ്, ഹിമാലയൻ ബെൽറ്റ് റീജിയണിലൊക്കെ ആണെങ്കിൽ ഖിൽ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് യൂറോപ്യൻ പവർ വാസ് ദ ഫസ്റ്റ് ടു അറൈവ് ഇൻ ഇന്ത്യ ആൻഡ് ദ ലാസ്റ്റ് ടു ലീവ് ഡ്യൂറിംഗ് ദ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്? പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരികയും അവസാനം ഇന്ത്യയിൽ നിന്ന് പോയതും ഏത് യൂറോപ്യൻ പവർ ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം പോർച്ചുഗീസാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പോർച്ചുഗീസാണ് ആദ്യം വരികയും അവസാനം പോവുകയും ചെയ്തത്. ഓപ്പറേഷൻ വിജയിലൂടെയൊക്കെയാണ് ഇവരെ എന്ത് ചെയ്യുന്ന അവസാനം പുറത്താക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊമിനന്റ് ലീഡേഴ്സ് ലെഡ് ദ ബർദോളി സത്യാഗ്രഹ ഇൻ 1928? ബർദോളി സത്യാഗ്രഹ 1928 ലീഡ് ചെയ്തത് ഇവരിൽ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ടൈറ്റിലൊക്കെ കിട്ടുന്നത് ഈ ഒരു ബർദോളി സത്യാഗ്രഹ ഓഫ് 1928 ലീഡ് ചെയ്തതിന് ശേഷമൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധിയാണ്. അതുപോലെ ബാലഗംഗാധര തിലകിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം, ലോക്മാന്യ തിലക് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കേസരി മറാത്തി എന്ന് പറയുന്ന 2 പത്രങ്ങൾ, ജേണലൊക്കെ ഇറക്കിയത് ആരാണ്? കേസരി മറാത്ത ലാംഗ്വേജിലും മറാത്തി ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ ഇറക്കിയത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, വാട്ട് വാസ് ദ റൂട്ട് ലെങ്ത് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ഇൻ 2019-20? 2019-2020 ഇന്ത്യൻ റെയിൽവേയുടെ ടോട്ടൽ റൂട്ട് ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 67,956 ആണ്. ഓക്കെ, 67,956 കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് എത്രയാണ്? ഇപ്പം നിലവിൽ 2024 ഒരു റിപ്പോർട്ട് പ്രകാരം 69,181 കിലോമീറ്ററാണ്. 69,181 കിലോമീറ്ററാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടിബറ്റോ ബർമൻ ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ? 8th ഷെഡ്യൂൾ ഏതാണ്? ഈ ഷെഡ്യൂൾ വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഇൻക്ലൂഡ് ആയ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ
ഇൻക്ലൂഡ് ആയ ടിബറ്റോ ബർമൻ ലാംഗ്വേജ് ഏതാണ് ചോദ്യം. ഉത്തരം ബോഡോ. ഓക്കെ, ബോഡോ ആണ് ടിബറ്റോ ബർമൻ ലാംഗ്വേജ്. ബോഡോ ആസാം റീജിയനിലൊക്കെയാണ് സംസാരിക്കുന്നത്. സന്താളി ആണെങ്കിൽ നമ്മുടെ ജാർഖണ്ഡിലെ സന്താൾ പരഗണയിലൊക്കെയാണ് സന്താൾ. അതുപോലെ തന്നെ നമ്മുടെ ഒഡീഷ റീജിയനിലൊക്കെയാണ് സന്താളി വരുന്നത്. മൈഥിലി ആണെങ്കിൽ നോർത്ത് ബീഹാർ റീജിയനിലും അതുപോലെ ജാർഖണ്ഡിലെ കുറച്ച് റീജിയനിലൊക്കെയാണ് മൈഥിലി. കൊങ്കണി നമ്മുടെ കൊങ്കൺ കോസ്റ്റ് ഏരിയ, നമ്മുടെ ഗോവ റീജിയനിലൊക്കെയാണ് കൊങ്കണി വരുന്നത്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടെർഷറി ആക്ടിവിറ്റി. ടെർഷറി ആക്ടിവിറ്റി ഇതിലേതാണ്? ഷൂ ഷൈനിങ്, എക്സ്ട്രാക്ടിങ് മിനറൽസ്, സ്റ്റീൽ മേക്കിംഗ്, മെറ്റൽ വർക്കിംഗ്. ഇപ്പം എക്സ്ട്രാക്ടിങ് മിനറൽ നോക്കുവാണെങ്കിൽ അത് റോ മെറ്റീരിയൽ ആണ്. അതായത് ഡയറക്റ്റ് എന്താണ് നമ്മുടെ നേച്ചറിൽ നിന്നാണ് എടുക്കുന്നത്. നേച്ചറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതെന്താണ്? പ്രൈമറി ആണ്. ഓക്കെ, ഫസ്റ്റ് ഇതിൽ വരുന്നതാണ് പ്രൈമറി ആക്ടിവിറ്റിയാണ്. ഓക്കെ, പ്രൈമറി ആക്ടിവിറ്റിയാണ്. ദെൻ സ്റ്റീൽ മേക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഈ റോ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അതിനെ സ്റ്റീലാക്കി മാറ്റുവാണ്. അതെന്താണ്? ഡയറക്റ്റ് നമ്മുടെ നേച്ചറുമായിട്ട് കോണ്ടാക്ട് ഇല്ല, പക്ഷേ റോ മെറ്റീരിയലായിട്ട് കോണ്ടാക്ട് ഉണ്ട്. സോ അതെന്താണ്? സെക്കൻഡറി ആണ്. മെറ്റൽ വർക്കിംഗ് ആണെങ്കിലും എന്താണ്? നമ്മൾ കൊണ്ടുവന്ന ഈ സ്റ്റീലിനെ നമ്മൾ ഇൻഡസ്ട്രിയിലിട്ട് വർക്ക് ചെയ്യുവാണ്, മെറ്റൽ വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ഇത് എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് സെക്കൻഡറി ആണ്. പക്ഷേ ഷൂ ഷൈനിങ് എന്താണ്? ഷൂ ഷൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെതർ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ച് അത് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഷൂ ആക്കി ആൾക്കാരെ കൈ കിട്ടിയതിന് ശേഷമാണ് ഷൂ ഷൈൻ ചെയ്യുന്നത്. സോ അതെന്താണ്? ഒരു ടെർഷറി ആക്ടിവിറ്റി ആണ്. ഓക്കെ, The group of 40 who advised and assisted the Sultan in administering the Delhi Sultanate was established by which of the following rulers? ഏത് റൂളേഴ്സ് ആണ്? ഇതിലുള്ള ഏത് റൂളേഴ്സ് ആണ് നമ്മുടെ ചഹൽഗാനി സിസ്റ്റം കൊണ്ടുവന്നത്? ഗ്രൂപ്പ് ഓഫ് 40 കൊണ്ടുവന്നതാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൽത്തുമിഷാണ്. ഓക്കെ, ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ് ചഹൽഗാനി സിസ്റ്റം കൊണ്ടുവരുന്നത്. ബാൽബൻ എന്ന് പറയുന്നത് നമ്മുടെ മാംലൂക്ക് ഡൈനാസ്റ്റി അഥവാ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളറായിരുന്നു. ഓക്കെ, 1266 മുതൽ 1286 വരെയൊക്കെയായിരുന്നു ബൽബൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് സിജിദോ പൈബോസ് എന്നൊക്കെ പറയുന്നത് ഇത് കൊണ്ടുവരുന്നത്. ഇൽത്തുമിഷ് സിൽവർ, തങ്കയും കോപ്പർ ജിത്താളെ കൊണ്ടുവരുന്നു. കുതുബുദ്ദീൻ ഐബക്കാണ് നമ്മുടെ മാമലൂക്ക് അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1206 മുതൽ 1210 വരെ. ദെൻ അലാവുദ്ദീൻ ഖൽജി ഡൈനാസ്റ്റിയുടെ റൂളറാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നോവേഷൻ ഈസ് അട്രിബ്യൂട്ടഡ് ടു അലാവുദ്ദീൻ ഖിൽജി? അലാവുദ്ദീൻ ഖിൽജിയുടെ റെയിനിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നോവേഷൻ ഇതിലേതെന്നാണ് ചോദ്യം. റെഗുലേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് റേഷനിങ്, ഫൗണ്ടേഷൻ ഓഫ് ദിവാനെ അർസ് ഫോർ മിലിറ്ററി റിഫോംസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇക്ത സിസ്റ്റം, ക്രിയേഷൻ ഓഫ് മാൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം നമ്മുടെ മാർക്കറ്റ് പ്രൈസസ് അതുപോലെ തന്നെ റേഷനിങ്. മാർക്കറ്റ് പ്രൈസസ് അതുപോലെ റേഷനിങ് കൊണ്ടുവന്ന ആരാണ്? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയാണ്. അതിനെയാണ് നമ്മൾ ദിവാനൈ റിയാസത്ത് എന്നൊക്കെ പറയും. ദിവാനൈ റിയാസത്ത് എന്ന് വെച്ചാൽ മാർക്കറ്റ് കൺട്രോളാണ്, കൊമേഴ്സ് ആൻഡ് മാർക്കറ്റ് കൺട്രോളാണ്. അതുപോലെ ദിവാനൈ മുസ്തുഖരാജ് കൊണ്ടുവന്നതും അലാവുദ്ദീൻ ഖിൽജിയാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ അരിയേഴ്സ്, അതായത് കളക്ട് ചെയ്യപ്പെടാത്ത ടാക്സുകൾ കളക്ട് ചെയ്യാനുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാനൈ മുസ്തുഖരാജ് എന്നൊക്കെ പറയുന്നത്. ദിവാനൈ അർസ് കൊണ്ടുവരുന്ന ആരാണ്? ബാൽബനാണ് ദിവാനൈ അർസ് മിലിറ്ററി റിഫോം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇക്ത സിസ്റ്റം കൊണ്ടുവരുന്നത് ഇൽത്തുമിഷാണ്. ഓക്കെ, ഇൽത്തുമിഷാണ് ഇക്ത സിസ്റ്റം കൊണ്ടുവന്നത്. ഇക്ത എന്ന് വെച്ചാൽ ലാൻഡ് ആൾക്കാർക്ക് കൊടുക്കും, മിലിറ്ററി ലൈക്ക് ലാൻഡ് ലോഡ്സിന് കൊടുക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്നുള്ള പ്രൊഡ്യൂസ് എടുത്തിട്ട് അവർക്ക് സാലറി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ഏരിയ അവർ വേണം എന്ത് ചെയ്യാൻ നോക്കി നടത്താൻ. ഇക്ത ഓൺ ചെയ്യുന്നവരെ ഇക്തദാർ അല്ലെങ്കിൽ മുക്തി എന്നൊക്കെ വിളിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ദെൻ മാൻസബ്ദാരി സിസ്റ്റം കൊണ്ടുവരുന്നത് നമ്മുടെ മുഗൾ റൂളറായിട്ടുള്ള അക്ബറാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് എ കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? കസ്റ്റമൈസ് ചെയ്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് ചെയ്യുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, അതൊരിക്കലും അല്ല, അതൊരു കസ്റ്റമൈസ്ഡ് അല്ലല്ലോ, ആർക്കും യൂസ് ചെയ്യാമല്ലോ. മീഡിയ പ്ലെയർ എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി യൂസ് ചെയ്യും. ഇമേജ് വ്യൂവർ ആണെങ്കിൽ ഇമേജ് കാണാൻ വേണ്ടി എല്ലാവരും യൂസ് ചെയ്യും. ബട്ട് ഇത് നോക്കും, പേ റോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ എ കമ്പനി, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പേ റോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതെന്തായാലും ഒരു കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും. ഓക്കെ, ദ 86th അമെൻമെൻറ്റ് ആഡഡ് എ ന്യൂ ഫണ്ടമെന്റൽ ഡ്യൂട്ടി റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? 86ാമത് അമെൻമെൻറ്റ് ഓഫ് 2002 ഇത് ഏത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ആഡ് ചെയ്തത്? ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. സേഫ് ഗാർഡിങ് പബ്ലിക് പ്രോപ്പർട്ടി, പ്രൊട്ടക്ടിങ് എൻവയോൺമെൻറ്റ്, എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ, ഡിഫെൻഡിങ് ദ നേഷൻ. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കെ ആണ്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലെ കെ ആണ്.
നമുക്ക് ജസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ 51A വരുന്നത്. 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത്. പാർട്ട് 4A വരുന്നത്. അത് നമുക്കറിയായിരിക്കും. 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 എന്ത് ആഡ് ചെയ്തേക്കുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തേക്കുന്നത്. ഈ സേഫ് ഗാർഡിംഗ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി, അതുപോലെ പ്രൊട്ടക്ടിങ് എൻവയോൺമെൻറ്റ്, ഡിഫെൻഡിങ് നേഷൻ, ഇതെല്ലാം ആഡ് ചെയ്തേക്കുന്നത് എന്തിലാണ്? 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പക്ഷേ എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ മാത്രം ആഡ് ചെയ്തേക്കുന്നത് 86th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ്. ഓക്കെ, 51 തന്നെ ABCD എന്ന് പറഞ്ഞ് K വരെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷനെ അബൈഡ് ചെയ്യണം, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയൽസിനെ അബൈഡ് ചെയ്യണം, നാഷണൽ ഫ്ലാഗിനെ എല്ലാം അബൈഡാണ് വരുന്നത്. ഓക്കെ, നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തത്തിനെയൊക്കെ നമ്മൾ അബൈഡ് ചെയ്യണം. അതാണ് A. ദെൻ B ആണെങ്കിൽ നമ്മൾ ബാപ്പു ഭഗത് സിംഗിനെ ആലോചിച്ചാൽ മതി. നമ്മുടെ നോബിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മൾ ചെറിഷ് ചെയ്യണം, എപ്പോഴും ഫോളോ ചെയ്യണം. ദെൻ C ആണെങ്കിൽ 51A തന്നെ C പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോവറിനിറ്റി, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ഒക്കെ എന്ത് ചെയ്യണം? എപ്പോഴും കാത്തു സൂക്ഷിക്കണം. 3 കാര്യങ്ങളാണ് പറയുന്നത്: സോവറിനിറ്റി, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആൽഫബറ്റ് ആയിട്ടുള്ള C, അതാണ് 51A C. ഓക്കെ, 51A ABC എന്ന് പറഞ്ഞ് പോയേക്കാണ്. C പറഞ്ഞു. നമ്മൾ D ആണെങ്കിൽ ഡിഫെൻഡ് ചെയ്യണം. ഇതാണ് D, ഡിഫെൻഡ് ചെയ്യണം നമ്മുടെ നേഷനെ. ദെൻ E ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് പല റിലീജിയനിലുള്ള ആൾക്കാർ കാണും, പല ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും, എല്ലാവരെയും നമ്മളൊരു കോമൺ ബ്രദർഹുഡായിട്ട് കൺസിഡർ ചെയ്യണം. അതാണ് E. ഇനി F ആണെങ്കിൽ F ഫോർ ഫോർട്ടാണ്. ഓക്കെ, F ഫോർ ഫോർട്ട്. അതായത് നമ്മുടെ നേഷൻ്റെ വാല്യൂവും അതുപോലെ ഹെറിറ്റേജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മോണുമെൻറ്റ്സ്, ഒബ്ജക്ട്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. ഇനി G പറയുന്നത് ഗ്രീനറിയാണ്. ഗ്രീനറി എന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, വൈൽഡ് ലൈഫിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ദെൻ H എന്ന് പറയുന്നത് ഹ്യൂമാനിസം. അതായത് നമ്മൾ ഒരു സയൻറ്റിഫിക് ടെമ്പർ കൊണ്ടുവരണം. ഹ്യൂമാനിസം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നമ്മുടെ കഴിവ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നേഷനെ എന്ത് ചെയ്യണം? അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളൊരു സ്പിരിറ്റും ഒക്കെ നമുക്കുണ്ടാവണം. ദെൻ I പറയുന്നത് an eye for an eye makes the whole world blind. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. അതായത് വയലൻസ് എന്ത് ചെയ്യണം? നമ്മൾ തടയണം. വയലൻസ് പാടില്ല എന്നുള്ളതാണ് 51A I പറയുന്നത്. ഇനി J പറയുമ്പോൾ നമ്മൾ ജഡേജ ആലോചിച്ചാൽ മതി. J ഫോർ ജഡേജ. ജഡേജ എന്ന് വെച്ചാൽ ആരാണ്? ഓൾ റൗണ്ടറാണ്. അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും എക്സൽ ചെയ്യണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാ കാര്യത്തിലും നമ്മൾ എക്സൽ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ നമ്മൾ ഉന്നതിയിലേക്ക് എത്തിക്കണം. ദെൻ ലാസ്റ്റ് K ആണ് പറയുന്നത്. K ആണ് എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രനെ നമ്മൾ എന്ത് ചെയ്യണം? 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഓക്കെ, പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ് ഏതാണ്? പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ് G. ഗ്രീനറിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ദെൻ നമ്മൾ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യണം? നശിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? 51I പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം, അതുപോലെ വയലൻസ് പാടില്ല. ഇത് I ആണ്. ഓക്കെ, ദ വീക്ക്ലി യങ് ജേണൽ യങ് ഇന്ത്യ വാസ് അസോസിയേറ്റഡ് വിത്ത് ഹൂം? ബാലഗംഗാധര തിലക്, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഉത്തരം ആരാണ്? മഹാത്മാഗാന്ധിയുടെയാണ് എന്തെന്ന് പറയുന്നത്? യങ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബാലഗംഗാധര തിലകിൻ്റെയും അതുപോലെ ബാക്കിയുള്ളവരുടെയൊക്കെ ഒന്ന് നോക്കാം. ബാലഗംഗാധര തിലകിൻ്റെ ബുക്കുകളാണ്, ജേണൽസ് ആണ് കേസരി മറാത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു കേസരി മറാത്തി ലാംഗ്വേജിൽ, മറാത്തി ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ദെൻ മഹാത്മാഗാന്ധിയുടെ പറയുവാണെങ്കിൽ യങ് ഇന്ത്യ, അതുപോലെ ഹരിജൻ, നവജീവനൊക്കെയാണ്. ഓക്കെ, ദെൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണെങ്കിൽ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് ഒരു ജേണൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ദെൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് സുധാരക്കും അതുപോലെ ദ ഹിദ്വാദയും. ഓക്കെ, ഹിദ്വാദ ആൻഡ് സുധാരക്ക്. After the Constitution Amendment Bill relating to the directive principle of state policy is passed by the Parliament, what is the next mandatory constitutional step for it to become a law? Directive Principles of State Policy, DPSP റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബില്ല് എന്ത് ചെയ്തു? പാർലമെൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോ ആവാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് നമ്മൾ നോക്കുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ്, റാറ്റിഫിക്കേഷൻ ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പ്രസിഡൻസ് അസെൻറ്റ്, അപ്രൂവൽ ബൈ ദ സുപ്രീം കോർട്ട്. ഓക്കെ, ഇതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ്. അതായത് നമ്മുടെ പാർലമെൻറ്റ് ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റാണ്. പ്രസിഡൻറ്റ് എന്ത് ചെയ്യണം? ഒപ്പുവയ്ക്കണം. അതിലൂടെ എന്ത് ചെയ്യും? ഇതൊരു ലോ ആയി മാറും. ഇപ്പോൾ നമ്മൾ ബില്ലിൻ്റെ കാര്യം എടുക്കുന്നത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലാണ്. അതുപോലെ എന്തുണ്ട്? മണി ബില്ലുണ്ട്, ഫൈനാൻഷ്യൽ ബില്ലുണ്ട്, അതുപോലെ ഓർഡിനറി ബില്ലുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരേ രീതിയിലല്ല ഇതൊന്നും എന്താവുന്നത്? ലോ ആവുന്നത്. ഇതിനൊക്കെ പല രീതികളുണ്ട്. ഇപ്പം നമ്മൾ
ഓർഡിനറി ബില്ലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലോക്സഭയിലോ രാജ്യസഭയിലോ ഈ ബില്ല് ഒറിജിനേറ്റ് ചെയ്യാം. പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണമെന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യാം? രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാം? ലോക്സഭയിൽ ഇത് വന്നു എന്ന് വെച്ചോ, ലോക്സഭയിൽ നിന്ന് ഇത് രാജ്യസഭയിലേക്ക് പോയി. രാജ്യസഭയ്ക്ക് ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുക. ദെൻ ജോയിൻറ്റ് സിറ്റിംഗ് ഇവിടെ പോസിബിൾ ആണ്. അതായത് രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും കൂടെ ഒരുമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാം? ഓർഡിനറി ബില്ലിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാം. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇത് പാസ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ആയി പോകും. 6 മാസമാണ് ഇതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി ബില്ലിൻ്റെ. ഇനി പ്രസിഡന്റിന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ പ്രസിഡന്റിന്റെ വീറ്റോ പവർ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? റീതിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ അസെൻഡും ചെയ്യാം. അതാണ് ഓർഡിനറി ബില്ലിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി മണി ബില്ല് എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം? മണി ബില്ല് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ബില്ലൊക്കെ എന്താണ്? മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ, തുടങ്ങാൻ പറ്റൂ. എന്നിട്ട് രാജ്യസഭയിലേക്ക് അത് പോവാം. പക്ഷേ രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് റിജക്റ്റോ അമെൻഡോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സജഷൻസ് പറയാമെന്നേ ഉള്ളൂ. മണി ബില്ലിൻ്റെ കാര്യത്തിൽ പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ ഭയങ്കര മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയ്ക്ക് വലിയ റോളൊന്നും ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ജോയിൻറ്റ് സിറ്റിംഗ് പോസിബിൾ അല്ല. 14 ദിവസമാണ് മണി ബില്ലിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതിനുള്ളിൽ എന്ത് ചെയ്യണം? തീരുമാനം ആവണം. മണി ബില്ല് ഒരിക്കലും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വീറ്റോ പവർ യൂസ് ചെയ്ത് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അസെൻറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഫൈനാൻഷ്യൽ ബില്ല് എടുത്താലും ഏറെക്കുറെ ഇതേപോലെയൊക്കെ തന്നെയാണ്. ഫൈനാൻഷ്യൽ ബില്ലിൽ തന്നെ 1ഉം 2ഉം ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഫൈനാൻഷ്യൽ ബില്ലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക്സഭയിലാണ് ഇത് തുടങ്ങേണ്ടത്, രാജ്യസഭയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും. പക്ഷേ സെക്കൻഡ് ഫൈനാൻഷ്യൽ ബില്ല് 2 ഫൈനാൻഷ്യൽ ബിൽ 2 എന്താണ്? ഏത് ഹൗസിന് വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ലോക്സഭയിൽ സ്റ്റാർട്ട് ചെയ്യാം, രാജ്യസഭയിലും സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് ബില്ലിൻ്റെ ഇൻട്രൊഡക്ഷന്, ഫൈനാൻഷ്യൽ ബിൽ 1ൻ്റെ ഇൻട്രൊഡക്ഷന് പ്രസിഡൻറ്റിൻ്റെ എന്ത് വേണം? റെക്കമെൻഡേഷൻ വേണം. പക്ഷേ സെക്കൻഡിന് അതിന് ആവശ്യമുണ്ടെന്നില്ല. ഓക്കെ, സെക്കൻഡ് ബില്ലിന് അത് ആവശ്യമൊന്നുമില്ല. പക്ഷേ രാജ്യസഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഫൈനാൻഷ്യൽ ബില്ലിൽ രാജ്യസഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രാജ്യസഭയ്ക്ക് ഫൈനാൻഷ്യൽ ബില്ല് റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ രാജ്യസഭയ്ക്ക് ഇതിനകത്ത് റോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ജോയിൻറ്റ് സിറ്റിംഗ് പോസിബിൾ ആണ്. ഇനി 6 മാസമാണ് ഫൈനാൻഷ്യൽ ബില്ലിൻ്റെ കാലാവധി. നമ്മുടെ ഓർഡിനറി ബില്ല് പറഞ്ഞ പോലെ തന്നെ പ്രസിഡന്റിന് വീറ്റോ പവർ യൂസ് ചെയ്ത് ഇത് റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ റീതിങ്ക് ഒക്കെ ചെയ്യാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ വേണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയ്ക്ക് ഇത് എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അമെൻഡ് ഒക്കെ ചെയ്യാം. ബട്ട് ജോയിൻറ്റ് സിറ്റിംഗ് എന്ത് ചെയ്യത്തില്ല, ഇവിടെ ചെയ്യാറില്ല. കാരണം രണ്ടുപേരും എന്ത് ചെയ്യണം? പാസ് ചെയ്യണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലൊക്കെ. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിന് അങ്ങനെ ഒരു ടൈം ലിമിറ്റ്, കാലാവധി പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ടൊരു കാലാവധിയില്ല. പ്രസിഡന്റ് എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് എന്തായാലും അസെൻറ്റ് കൊടുക്കണം, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ അതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.